നമസ്കാരം. ഇന്നലെയും യുഎസ് മാർക്കറ്റുകളെല്ലാം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.37%, എസ്&പി 500 0.28%, നാസ്ഡാക്ക് 0.34% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇന്നലെ വന്നിരുന്ന ഡേറ്റ യുഎസിന്റെ ഹോം സെയിൽസ് ഡേറ്റയായിരുന്നു. ഹോം സെയിൽസ് ഡേറ്റ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവ് ന്യൂസ് ആണ്. പക്ഷേ ഫെഡ് ചെയർമാന്റെ കമന്റ് അമേരിക്കൻ മാർക്കറ്റിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓഹരി വിപണി ഉൾപ്പെടെയുള്ള അസറ്റ് ക്ലാസുകൾ ഓവർ വാല്യൂഡ് ആണെന്നും അമേരിക്കൻ എക്കോണമി നേരിടുന്നത് വളരെ വലിയ ചലഞ്ചാണ്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷനും ഒക്കെ മാർക്കറ്റ് ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് നേരിടുന്നുണ്ടെന്നും ഉള്ള കമന്റ് മാർക്കറ്റിനെ വീണ്ടും ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ അതുപോലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. H1B വിസയുടെ ഇഷ്യൂ IT സ്റ്റോക്കുകളെ നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബാങ്കിന്റെ ലിക്വിഡിറ്റി കുറയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നതും ബാങ്ക് നിഫ്റ്റിയെയും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പൊതുവെ ഇൻഡെക്സുകളെയും അല്പം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില പോസിറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്ക് ലിക്വിഡിറ്റി കുറയുന്ന വാർത്തക്കിടയിലും PSU ബാങ്ക്സ് കയറിയത് PSU ബാങ്ക്സിന്റെ പൊതുമേഖലാ ബാങ്കുകളുടെ വിദേശ പങ്കാളിത്തം ഉയർത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയെ തുടർന്നാണ് അത് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും PSU ബാങ്കുകളുടെ ഒരു ലയനം ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതൊക്കെ അത്തരത്തിൽ പോസിറ്റീവ് ന്യൂസുകളാണ്. അതുപോലെ GSTയുടെ ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിനെ ഏതാണ്ട് ഒരു പഴയ ന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നില്ല. അതുകൂടാതെ തന്നെ വിസ പ്രശ്നത്തിലും വ്യാപാര സംബന്ധമായ വിഷയങ്ങൾ, അതായത് US ഇന്ത്യ വ്യാപാര ഡീലിനെ സംബന്ധിച്ച് പുതിയ ആശാവഹമായ വാർത്തകളൊന്നും വരാത്തതുമൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് പ്രഷറിന് പ്രധാനമായിട്ടും ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ യുഎസിന്റെ GDP ഡേറ്റയാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. PCE ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. മറ്റൊന്ന് യുഎസിലെ ജോബ് ക്ലെയിം ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡേറ്റയും ഇന്ന് പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ക്ലൈന്റിനെ സംബന്ധിച്ച് അവര് ഓപ്ഷൻസിൽ ബുള്ളിഷ് പൊസിഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. FIs ബെയറിഷ് പൊസിഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇവർ രണ്ടും ഒരു ക്ലിയർ സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. ഫ്യൂച്ചേഴ്സിനാണ് FIs ഷോർട്ടും ക്ലൈന്റ് ലോങ്ങും ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹെഡ്ജ്ഡ് പൊസിഷനാണ്. അതായത് രണ്ട് സൈഡും ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ലോങ്ങും ഓപ്ഷൻസിൽ ഷോർട്ടും അത്തരത്തിലൊരു ഹെഡ്ജ്ഡ് പൊസിഷനാണ് അവർ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ HSBC സെൻസെക്സിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം 84,000, അടുത്ത വർഷം 94,000 എന്നുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ലൂപ്പിന് ചില FDA അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഗ്ലെൻമാർക്കിന് പുതിയ മെഡിസിന് ഉണ്ടാക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് കോഓപ്പറേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് അതാണ് 6.7 തന്നെ നിർത്തുന്നുണ്ട്. മറ്റൊന്ന് ട്രംപിന്റെ ഉക്രൈൻ റഷ്യ യുദ്ധത്തെ പറ്റിയുള്ള ഒരു കമന്റാണ്. അത് ഉക്രൈൻ കൂടുതൽ മേൽക്കൈ നേടും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആലിബാബ AI കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ക്യാബിനറ്റ് ഷിപ്പ് ബിൽഡിംഗ് ഏരിയയിൽ 70,000 കോടി രൂപയുടെ